ഹായ് എവരി വൺ, വെൽക്കം ടു ടെക്കീസ് ഹോബീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് എൻ്റെ അടുത്ത് ഞാൻ ഒരു ഫിസിക് അപ്ഡേറ്റ് വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള സ്റ്റേറ്റസ് പിക്ചേഴ്സും ഒക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എൻ്റെ വർക്കൗട്ട് റുട്ടീൻ, അതുപോലെ എന്താണ് എൻ്റെ ഡയറ്റ്. അങ്ങനെ മൾട്ടിപ്പിൾ ആൾക്കാർ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ആൻസർ ചെയ്യുന്നതിന് പകരം ഐ തോട്ട് ഇറ്റ്സ് ബെറ്റർ എല്ലാവർക്കും കൂടിയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട്, ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. കാരണം ദാറ്റ് വേ എല്ലാവർക്കും അതിന് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി എൻ്റെ കേസ് ഐ എം 39 നൗ, ക്ലോസിങ് ഇൻ 40, നെക്സ്റ്റ് ഇയർ 40 ആവും. അപ്പോൾ ആ ഒരു ഏജിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മൾക്ക് ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ കോമ്പറ്റീഷനോ അങ്ങനത്തെ ഒരു ഫോക്കസിലല്ല, ജസ്റ്റ് നമ്മുടെ ഓവറോൾ ഫിറ്റ്നസ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ കേസിൽ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാൻ ജർമ്മനി വന്നിട്ട് എന്താണ് ഞാൻ സ്പെഷ്യൽ ചെയ്തത്, എന്താണ് ഡയറ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. പക്ഷേ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എൻ 1 year ജേർണി, റൈറ്റ്? ഇത് 1 year മിനിമം ഒരു 6 to 8 months ഓഫ് ജേർണീനെ കണക്കാക്കിയാലേ നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ഫുൾ പിക്ചർ തരാൻ പറ്റുള്ളൂ. സോ ഫ്ലാഷ് ബാക്ക്, ലാസ്റ്റ് ഇയർ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ഡിസംബർ മാസത്തിൽ ആണ് ഞാൻ സീരിയസ് ആയിട്ട് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തത്. ഐ വാസ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് അതിനു മുമ്പും ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ, ബാംഗ്ലൂരിൽ അപ്പാർട്ട്മെൻറ്റിൽ ഒരു നല്ല ജിമ്മുണ്ട്. ആൻഡ് ആക്ച്വലി ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് എന്താ ലാക്ക് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സൈഡിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കംപ്ലീറ്റ്ലി ലാക്കിംഗ് ആയിരുന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് നല്ല ബോഡി ഉണ്ടായിരുന്നു. ആൻഡ് അത് ആ സമയത്ത് ഞാൻ 20s ഏർലി 20s. ആ സമയത്ത് അധികം എഫേർട്ട് ഇല്ലാണ്ടും പിന്നെ കുറച്ചൊക്കെ ഡയറ്റ് ചെയ്താലും പെട്ടെന്ന് നമ്മളുടെ ബോഡി ചേഞ്ച് ആവും, റൈറ്റ്? അങ്ങനത്തെ ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അടുത്തൊക്കെ അത്രയും ഒരു ചേഞ്ച് എനിക്ക് നോട്ടീസ് ചെയ്യാനേ പറ്റിയിരുന്നില്ല. എൻ്റെ ഫിസിക്കിൽ വളരെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇമ്പ്രൂവ്മെന്റ്സും അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡീമോട്ടിവേറ്റ് ആവും. സോ നമുക്കൊരു വർക്കൗട്ട് ചെയ്യാൻ, എസ്പെഷ്യലി റിസൾട്ട്സ് ആണ് നമ്മുടെ ഒരു മെയിൻ മോട്ടിവേറ്റർ. അപ്പോൾ ആ ഒരു റിസൾട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ഹോം ജിമ്മിൽ ഞാൻ പലതും ട്രൈ ചെയ്തു. പിന്നെ ലൈക്ക് എൻ്റെ ആ ഒരു ഫ്രീക്വൻസി റെഗുലർ ആയിട്ട് പോണത് വളരെ കുറഞ്ഞു. ആൻഡ് ഐ ഡിസൈഡഡ് ദാറ്റ് ഇത് ഇനഫ് അല്ല. ആൻഡ് എൻ്റെ ലൊക്കാലിറ്റിയിൽ, അവിടെ വൈറ്റ് ഫീൽഡിലുള്ള ഏറ്റവും പ്രീമിയം ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് അവിടെയുള്ള ജിമ്മിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. ഇറ്റ് വാസ് ന്യൂലി ഓപ്പൺ, ഫിറ്റ്നസ് ഫസ്റ്റ് വൈറ്റ് ഫീൽഡ് ന്യൂലി ഓപ്പൺ ആയിരുന്നു. അപ്പോൾ പ്രീ ലോഞ്ച് ഓഫറിൽ തന്നെ ഐ തിങ്ക് ദ മെമ്പർഷിപ്പ് വാസ് ആനുവൽ മെമ്പർഷിപ്പ് 35,000 എന്തോ ആയിരുന്നു. കമ്പയർ ടു ലൈക്ക് എല്ലാവരും ഓപ്റ്റ് ചെയ്യണ കൾട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ദ പ്രൈസ് ആയിരുന്നു. ബട്ട് കൾട്ടിൻ്റെ പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഇപ്പോൾ സിറ്റുവേഷൻ കുറച്ച് മാറി. ആ സമയത്ത് കൾട്ടിൽ ഭയങ്കര തിരക്കും, ഗോൾഡ് ജിം ഉണ്ടായിരുന്നു, അത് കൾട്ടിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര തിരക്കും ഇതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ എനിക്ക് ഒരു കുറച്ചുകൂടിയും ഒരു കാം അറ്റ്മോസ്ഫിയറും കുറച്ചുകൂടിയും ലൈക്ക് ഒരു പ്രീമിയം അങ്ങനത്തെ ഒരു ഫീൽ വേണം എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഫിറ്റ്നസ് ഫസ്റ്റ് വൈറ്റ് ഫീൽഡിൽ ജോയിൻ ചെയ്തു. ഫിറ്റ്നസ് ഫസ്റ്റ് വൈറ്റ് ഫീൽഡ് ഭയങ്കര ബിഗ് സൈസ് ജിമ്മൊന്നല്ല, ബട്ട് നല്ല ഒരു പോസിറ്റീവ് എൻവിറോൺമെന്റ് ടു വർക്ക്ഔട്ട്, അങ്ങനത്തെ കുറേ ഇതും, പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കോമ്പറ്റീഷൻസ് അങ്ങനത്തെ ആസ് ഇൻ വിത്തിൻ ദ ജിം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? സോ ഗുഡ് ലോക്കർ റൂം, സ്റ്റീം ബാത്ത്, അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഐ തിങ്ക് ഞാൻ പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. റമദാൻ ടൈമിൽ അറൌണ്ട് 2 months ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വന്ന് റീജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ I have not missed one day in the gym. Like to be frank, I used to try my best to go 7 days a week. ലൈക്ക് എല്ലാവരും പറയും 1 day റെസ്റ്റ് എടുക്കണം, അങ്ങനെ ചെയ്യണം. ബട്ട് ഞാൻ കുറച്ച് പുഷ് ചെയ്തു, ടു ബി ഫ്രാങ്ക്. ആൻഡ് 7 days a week പോയിരുന്നു, മിക്ക ദിവസങ്ങളിലും ഞാൻ പോയിരുന്നു. ആൻഡ് സംടൈംസ് ലൈക്ക് ഞാൻ ബ്രേക്ക് എടുക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ല വർക്ക്, ലൈക്ക് സംതിങ് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള വല്ല പേഴ്സണൽ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ വീക്കെൻഡ്സിൽ സ്കൂൾ
കുട്ടികളുടെ സ്കൂളിൽ പോകണം, അങ്ങനെ എന്താ ലൈക്ക് പാരന്റ് ടീച്ചർ മീറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അൺഅവോയ്ഡബിൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബ്രേക്ക് എടുക്കുള്ളൂ. സോ ഐ ഗിവ് ദാറ്റ് ടൈം ടു റിക്കവർ. അതായിരുന്നു എൻ്റെ ലൈക്ക്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിലേക്ക് എത്താൻ എന്നെ ലൈക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്തിരുന്നു. ലൈക്ക് ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ലൈക്ക് ഐ വാസ് ഫോളോയിങ് എ പ്രിറ്റി ഹെൽത്തി ഡയറ്റ് ഫ്രം ദ സ്റ്റാർട്ട്. എപ്പോഴും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് യൂഷ്വലി ഓട്സ് വിത്തൗട്ട് മിൽക്ക്. അവിടെ ബാംഗ്ലൂരിലെ സമയത്ത് മിൽക്ക് ഇല്ലാണ്ടുള്ള ഓട്സും അതിൽ വേ പ്രോട്ടീൻ വെച്ചിട്ട് പിന്നെ കുറച്ച് പീനട്ട് ബട്ടർ ഇടും. അങ്ങനെ ഒരു കമ്പാരിറ്റീവ്ലി ഹെൽത്തിയർ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ലഞ്ച് ആണെങ്കിൽ 1 or ലൈക്ക് ദാറ്റ് ടൈം ഐ തിങ്ക് 2 റോട്ടീസ് ഐ വാസ് ഹാവിങ്. പിന്നെ ഒരു പോർഷൻ ഓഫ് സാലഡ്, പിന്നെ ഒരു പ്രോട്ടീനുള്ള എന്തെങ്കിലും കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ള ഡയറ്റ് ആയിരുന്നു. ബട്ട് ആ സമയത്ത് എനിക്ക് ലൈക്ക് എൻ്റെ ബോഡിയിൽ വാസ് ക്വൈറ്റ് യൂസ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഡയറ്റ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യണം എന്നില്ല, പക്ഷെ എൻ്റെ ആ സമയത്ത് ഞാൻ എൻ്റെ ലൈക്ക് ഐ വാസ് സ്റ്റക്ക് ഇൻ എ പെർട്ടിക്കുലർ വെയിറ്റ്. ഐ തിങ്ക് 78 or 79 ആ ഒരു വെയിറ്റിൽ ഞാൻ സ്റ്റക്കായിരുന്നു കുറേ കാലം. ഓക്കെ, എന്ത് ചെയ്തിട്ടും ലൈക്ക് ഓക്കെ പെർട്ടിക്കുലർലി ഭയങ്കരമായിട്ട് ഡെഫിസിറ്റിലൊന്നും ഞാൻ പോയില്ലെങ്കിലും മിക്ക ലൈക്ക് ഒരു ഹെൽത്തിയർ ഡയറ്റ് ഫോളോ ചെയ്തും വർക്കൗട്ട് ചെയ്തിട്ടും ഒന്നും ഒരു ഈവൻ മൈന്യൂട്ട് റിസൾട്ട് പോലും കിട്ടാത്തൊരു സ്റ്റേജ് ആയിരുന്നു. സോ ഞാൻ GM ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറ്റ് ഒരു വീക്ക് ഫോളോ ചെയ്തു. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ക്രാഷ് ഡയറ്റ്, നോട്ട് റിയലി റെക്കമെൻഡഡ് ഫോർ എവ്രി വൺ. പക്ഷേ എൻ്റെ ഒരു കേസിൽ അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഷോക്ക്ഡ് മൈ ബോഡീസ് മെറ്റബോളിസം. ഒരു മെറ്റബോളിസം റീസെറ്റ് ചെയ്ത ഒരു ആക്റ്റാണ് എനിക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയത് എന്നാണ് ഐ ഫീൽ. എവ്രി വൺ ഡോണ്ട് ഹാവ് ടു ഡു ദ GM ഡയറ്റ്. അനദർ വേ വാട്ട് ഐ ഫീൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റമദാൻ ടൈമിൽ നോമ്പ് എടുക്കുന്നതും ഇഫ് യു ആർ ഫോളോയിങ് എ ഹെൽത്തിയർ ഡയറ്റ്, ആ ഒരു ഫാസ്റ്റിംഗ് പീരീഡ് ക്യാൻ ഓൾസോ ഷോക്ക് ആൻഡ് റീസെറ്റ് യുവർ മെറ്റബോളിസം, റൈറ്റ്? അപ്പോൾ പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ റമദാൻ ടൈമിൽ ഒബ്വിയസ്ലി ഞാൻ ഇത് ചെയ്തു, പക്ഷെ എന്നാലും എനിക്ക് ആ റിസൾട്ട് ആ GM ഡയറ്റിൽ നിന്ന് നേരെ ഞാൻ 74 എത്തി. ദാറ്റ് വാസ് ഒരു ഗുഡ് റീസെറ്റ്. ലൈക്ക് എൻ്റെ ആ ഒരു ബോഡി വെയ്റ്റ് പ്ലാറ്റോ ഒന്ന് എനിക്ക് എത്താൻ പറ്റി. ഐ മൈറ്റ് ഹാവ് ലോസ് സം മസിൽ ആൻഡ് ഓൾ ദാറ്റ് ടൈം. പിന്നെ കുറേ വാട്ടർ വെയിറ്റ് ആയിരിക്കും പോയിട്ടുണ്ടാവുക. ബട്ട് പിന്നെ ഞാൻ ഫോളോഡ് ബൈ ദിസ് റെഗുലർ ജിം ആൻഡ് ഡയറ്റ്, ഐ കുഡ് ഗെറ്റ് ഹോൾഡ് ഓഫ് ഇത് ലൈക്ക് പിന്നെ ഒന്ന് ബൗൺസ് ബാക്ക് ചെയ്തു. ഐ തിങ്ക് പിന്നെ വേറെ എൻ്റെ യൂട്യൂബിൽ തന്നെ എല്ലാ ഷോർട്സും കാണാൻ നിങ്ങൾക്ക് GM ഡയറ്റിനെ കുറിച്ചിട്ടുള്ളതും. പിന്നെ എന്താണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണത് അഗെയിൻ ഐ തിങ്ക് അറൌണ്ട് 77-78 kgs എന്നാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊരു പൊട്ട ഹാബിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഡയറ്റൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും ഞാൻ ഈ സ്വീറ്റ്സ് കഴിക്കണത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈവൻ നൗ ഐ എം വെരി മച്ച് അഡിക്റ്റഡ് ടു ഹാവിങ് ഡിഫറെൻറ്റ് ചോക്ലേറ്റ്സും സ്വീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ജർമ്മനിയിലും ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. പക്ഷേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഐ റീസ്റ്റാർട്ടഡ് മൈ ലൈക്ക് ആഫ്റ്റർ റമദാൻ. ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ തിങ്ക് ഞാൻ ഒരു 78, ഒബ്വിയസ്ലി അവിടെ ലൈക്ക് റമദാനിൽ നമ്മുടെ വീട്ടിലൊക്കെ അറിയാലോ പലതും കഴിക്കലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. സോ എന്നാലും ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് ബാക്ക് ദാറ്റ് ടൈം ഐ ഡിസൈഡഡ് ഫസ്റ്റ് ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മെറ്റബോളിസം വാസ് ഓക്കെ, ഇറ്റ് വാസ് റെസ്പോണ്ടിങ് അറ്റ്ലീസ്റ്റ് റൈറ്റ് ടു ദ ചേഞ്ചസ് ഇൻ ദ ഡയറ്റ്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു, ഓക്കെ ഇതൊരു ലോങ്ങർ ജേർണിയാണ്, റൈറ്റ്? നമ്മൾ പെട്ടെന്നൊരു ക്രാഷ് ഡയറ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റണ ഒരു ഇതല്ല. കാരണം എനിക്ക് എത്തേണ്ടത് കുറേയും കൂടിയും ലൈക്ക് എൻ്റെ ഒരു ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ എയിം ചെയ്തിരുന്നത്. എൻ്റെ ബെസ്റ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് 6 പാക്കും ഒക്കെ ഉണ്ടായിരുന്ന സമയം ഐ വാസ് 65-68 ആ റേഞ്ച് ആയിരുന്നു. എക്സ്ട്രീമിൽ പോയ സമയത്ത് 63.5 വരെ ഞാൻ എത്തിയിട്ടുണ്ട് വെയിറ്റ്. പക്ഷേ ആ ഒരു ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് സസ്റ്റൈനബിൾ ഫസ്റ്റ്ലി. കാരണം നമ്മൾ പിന്നെ ഭയങ്കര ലൈക്ക് ഇൻ ക്ലോത്ത്സ് നമ്മൾ ഭയങ്കര ഓവർ സ്ലിം ആയിട്ട് തോന്നും. ആൻഡ് ഇപ്പോൾ നമ്മുടെ ഏജ് ഇതായതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഫാറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ലുക്ക് ലൈക്ക് യുവർ ഓൾഡർ ദാൻ വാട്ട് യു ആർ. അങ്ങനത്തെ ഒരു ലുക്കിലേക്കും ചിലപ്പോൾ നമ്മൾ പോവും. സോ അത്രയും എക്സ്ട്രീം അല്ലെങ്കിലും ഐ വാസ് എയിമിങ് ഓക്കെ ഒരു 70s ആ റേഞ്ചിലേക്ക് എത്തണം എന്നുള്ളൊരു എയിമിലാണ് ഞാൻ തുടങ്ങിയത്, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പതുക്കെ സ്മോൾ ഇംപ്രൂവ്മെൻറ്റ്സ് എൻ്റെ ഡയറ്റിൽ ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി സ്വീറ്റ്സ് കട്ട് ചെയ്തു, റൈറ്റ്? ആൻഡ് ഐ ചെക്ക്ഡ് ഹൗസ് മൈ ബോഡി റെസ്പോണ്ടിങ്. ആൻഡ് പിന്നെ
ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ ഒരു ഡയറ്റ് ഉണ്ടായിരുന്നു ലൈക്ക് ആൻഡ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഐ ജോയിൻഡ് ഒരു ഹെൽത്തിഫൈ മീ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ ഞാൻ ഒരു പേഴ്സണൽ ഡയറ്റ് കോച്ചിനൊക്കെ വെച്ചിട്ട് ഞാൻ ഇതാണ് എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ മെസ്സേജ് ലൈക്ക് അതൊരു ഒരു 1-on-1 ഒരു ഡയറ്റ് കോച്ച് ഉണ്ടാവും. അവർ നമ്മളെ ഇത് ചെക്ക് ചെയ്യും എന്താണ് ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ അതിൽ മിക്കതും കുറെ പെണ്ണുങ്ങൾ കോച്ച് ഡയറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ ഫെൽറ്റ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഒരു ബോഡി ബിൽഡിംഗ് മൈൻഡ് സെറ്റും എന്താണ് അങ്ങനത്തെ ഒരു ഡയറ്റിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് ഞാൻ വൺ ഓഫ് ദ മെയിൽ കോച്ചസ് ഉണ്ടായിരുന്നത് വാസ് ലൈക്ക് സ്പെഷ്യലൈസ്ഡ് ഇൻ ലൈക്ക് ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ടൈപ്പ് ഒരു കോച്ച് ഉണ്ടായിരുന്നു. സോ മൂപ്പറിനെ ഞാൻ സെലക്ട് ചെയ്തു ആൻഡ് ഐ ടോൾഡ് ഹിം ഓക്കെ സോ ദിസ് ഈസ് വാട്ട് മൈ ഡയറ്റ് ഈസ് സോ ആൻഡ് സോ ആൻഡ് ഇതിൽ ചെറിയ ലൈക്ക് എനിക്ക് ഭയങ്കര മേജറായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ലൈക്ക് ഫസ്റ്റ്ലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കറന്റ്ലി ഒരു വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ എന്താണ് നമ്മളൊരു ഡയറ്റ് ഉണ്ട് റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതിന് നമുക്ക് ഭയങ്കര ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോയിൽഡ് ചിക്കനും ലൈക്ക് നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നും നമ്മൾ പ്രാക്ടിക്കൽ അല്ല, സസ്റ്റൈനബിൾ അല്ല അൺലെസ് യു ആർ പ്രൊഫഷണൽ ബോഡി ബിൽഡർ, റൈറ്റ്? ലൈക്ക് എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് അത് തോന്നുന്നില്ല പ്രാക്ടിക്കലാണ്. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഭയങ്കര ബോഡി ബിൽഡിംഗ് ടൈപ്പ് ഡയറ്റ് ഒന്നല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ പക്ഷേ ഐ ചൂസ് ഹെൽത്തിയർ ഓപ്ഷൻസ്, റൈറ്റ്? ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി ഇംപ്രൂവ്മെന്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഐ ടുക്ക് ഹിസ് അഡ്വൈസ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ അഗൈൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡയറ്റ് അവരുടെ ഒരു ഡയറ്റ് ഒരു ചാർട്ട് തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി അത് ഫോളോ ചെയ്യല്ലേ ചെയ്ത്. അതിൽ നിന്ന് ചില പോയിന്റേഴ്സ് എടുത്തു. ലൈക്ക് രാവിലെ കുടിക്കണ ഒരു ഐ തിങ്ക് മേത്തി വാട്ടറോ അങ്ങനെ മേത്തി സീഡ്സിൻ്റെ ഒരു വാട്ടറോ അങ്ങനെ കുറച്ച് ഇതൊക്കെ അതിൽ നിന്ന് പോയിന്റേഴ്സ് എടുത്തു. പിന്നെ ഇടയ്ക്ക് ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യണം, അങ്ങനത്തെ ചില പോയിന്റേഴ്സ് ഒക്കെ അതിന് എടുത്തു. ബട്ട് ഐ കൈൻഡ് ഓഫ് ഫോളോഡ് മൈ ഡയറ്റ് ആൻഡ് ഐ വാസ് യൂസിങ് ദർ ആപ്പ്. അവരുടെ ആപ്പിൽ ഉണ്ടായിരുന്നു ഇത്രയും 1800 സംതിങ് കാലറീസ് ആണ് നമുക്ക് എൻ്റെ ഇതിനിപ്പോൾ കറൻ്റ്ലി റിക്വയർഡ്. പിന്നെ പ്രോട്ടീൻ. അപ്പോൾ ഞാൻ എന്ത് മെയിൻലി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആ കാലറി റേഞ്ചിൽ ഞാൻ നിൽക്കുന്നുണ്ടോ, പിന്നെ അത് പിന്നെ അതിൻ്റെ ആപ്പിൽ നമ്മൾ വെറുതെ ഫുഡിൻ്റെ ഫോട്ടോ എടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിലുള്ള സാധനങ്ങളൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ മതി. സോ ദാറ്റ് വാസ് വെരി കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെയാണ് തുടങ്ങിയത്, റൈറ്റ്? ആൻഡ് ഐ വാസ് സ്റ്റേയിങ് വിത്തിൻ ദാറ്റ് കാലറി ഗോൾ ആൻഡ് ഹിറ്റിംഗ് ദാറ്റ് പ്രോട്ടീൻ റിക്വയർമെന്റ്. അത് മാത്രമാണ് മെയിൻലി ഞാൻ നോക്കിയിരുന്നത്. കാർബും ഫാറ്റും ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് റിയലി മാറ്റേഴ്സ് ആസ് ലോങ് ആസ് നമ്മളൊരു കാലറി ഇതിൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്? സോ അങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് ആൻഡ് ഐ സ്റ്റാർട്ടഡ് സീയിങ് റിസൾട്ട്സ്. ആൻഡ് പിന്നെ ഞാൻ 73, 72 ആ റേഞ്ച് വരെ എത്തി. 72 സംതിങ് എത്തിക്കഴിഞ്ഞപ്പോൾ അഗൈൻ മൈ ബോഡി ഈസ് കൈൻഡ് ഓഫ് നോട്ട് റെസ്പോണ്ടിങ് ലൈക്ക്. പക്ഷേ ഐ വാസ് ഇൻ ദ ബെസ്റ്റ് ഫിറ്റ് ലൈക്ക് ദെൻ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് വിത്ത് ഇറ്റ്. യുനോ ഐ ബിക്കെയിം റെഗുലർ ആൻഡ് 1 റോട്ടി ആക്കിയിരുന്നു ഞാൻ. ലൈക്ക് മോഡിഫിക്കേഷൻസ് ചെയ്ത് 2 റോട്ടി ആൻഡ് ഇതിന്ന് ഞാൻ 1 റോട്ടി ആക്കി. പിന്നെ ആ റോട്ടി കുറച്ച് എന്താണ് സോയ് പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലും ഐസൊലേറ്റ് കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ള റോട്ടി ഉണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് ലൈക്ക് കമ്പാരിറ്റീവ്ലി കൂട്ടുക, പിന്നെ നമ്മൾ ആ ഒരു കാലറി ഇതിൽ ഗോളിലെത്തുക. അപ്പോൾ അതൊക്കെ സ്ലോ മോഡിഫിക്കേഷൻസ് ചെയ്യുക സോ ദാറ്റ് യു കീപ് ഇംപ്രൂവിങ്, റൈറ്റ്? ആൻഡ് പ്രിറ്റി മച്ച് എൻ്റെ ഒരു നല്ലൊരു ഫിസിക്ക് എത്തുന്നവരെ ഐ സ്റ്റാർട്ടഡ് കണ്ടിന്യൂയിങ്. സോ ഇതൊക്കെ ഞാൻ ബാംഗ്ലൂർ ഫോളോ ചെയ്തിട്ട് ഐ റീച്ച്ഡ് 71, 72 ആണ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് വരുന്നത്. സോ യു ഷുഡ് സീ ദാറ്റ് ഞാൻ ഓൾറെഡി ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, റൈറ്റ്? ഈ എൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഷേപ്പിലെത്തുക ബിഫോർ കമ്മിങ് ടു ജർമ്മനി എന്നായിരുന്നു. ആൻഡ് അത് എത്തിയില്ലെങ്കിലും ഓൾമോസ്റ്റ് ദെയർ, റൈറ്റ്? കുഴപ്പമില്ലാത്തൊരു ഡീസെൻറ്റ് ഫിസിക്കിൽ എത്തിയിട്ടാണ് ഞാൻ ജർമ്മനിയിൽ വന്നത്. ജർമ്മനിയിൽ വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി ഇവിടെ കുറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, ലൈക്ക് ഡയറ്റും ഇതും എല്ലാം. ഐ കനോട്ട് ആൻഡ് ഐ എം എലോൺ ഹിയർ. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഡിഫിക്കൽട്ടാണ്, റൈറ്റ്? ആൻഡ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് വന്ന ഉടനെ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് വേരിയസ് ഫുഡ് സ്പോട്ട്സ്.
ഇപ്പോൾ ഡോണർ കബാബ് കുറേ കാലമായിട്ട് മിസ് ചെയ്ത സാധനം, അതുപോലെ ബർഗേഴ്സും പിന്നെ ലൈക്ക് ചൈനീസ്, അങ്ങനെ പല സാധനങ്ങളും ഞാൻ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫേസും ഉണ്ട് ഇതിൽ, റൈറ്റ്. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു സ്പെസിഫിക് ഡയറ്റും ഇതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഞാൻ എന്താണ് എൻ്റെ മെയിൻ ലൈക്ക് ആൻഡ് ഇവിടെ ഫ്രോസൺ പിസ്സ കിട്ടും, ഫ്രോസൺ ഫുഡ് ഭയങ്കര കുറേ ഓപ്ഷൻസ് കിട്ടും. ലൈക്ക് റൈസ്, വെജിറ്റബിൾസ്, ഫിഷ് അല്ലെങ്കിൽ റൈസ്, വെജിറ്റബിൾസ്, ചിക്കൻ ഒക്കെ കൂടിയിട്ടുള്ള ആയിട്ടുള്ള ഫ്രോസൺ ഫുഡ് കിട്ടും. പിന്നെ എന്താണ് ലൈക്ക് ചിക്കൻ മേടിക്കാം, ലൈക്ക് ഫിഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. മെയിൻലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രോസൺ സാധനങ്ങളാണ് മേടിക്കുക. മെയിൻലി ബിക്കോസ് ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രോസൺ കിട്ടും, ബെറീസ് മിക്സ് ചെയ്തിട്ടുള്ള ഫ്രോസൺ കിട്ടും. റാദർ ദാൻ ബൈയിങ് വെജിറ്റബിൾസ്, കമ്മിങ് ഹോം, കട്ടിങ്, പ്രിപ്പയറിങ്, അതിന് പകരം ഇത് കുറച്ചെടുത്തിട്ട് മൈക്രോവേവ് ചെയ്തിന റെഡി, റൈറ്റ്. ആൻഡ് എസ്പെഷ്യലി വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് കുക്കിങ്ങിനൊന്നും അത്ര ടൈമൊന്നും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എസ്പെഷ്യലി റൈസ് എന്നൊക്കെ ഉള്ള മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ ഉടനെ മൈക്രോവേവ് ചെയ്യുക, കഴിക്കുക, അത്രേ ഉള്ളൂ, റൈറ്റ്. അത് ഭയങ്കര കൺവീനിയൻറ്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഐ എം ഫോളോയിങ് ദാറ്റ് റൈറ്റ് നൗ. ആൻഡ് ഇപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ഇപ്പോൾ ഞാൻ ചിക്കനും ഫിഷും ഒക്കെ കുറച്ച് കൂട്ടി. സോ ലൈക്ക് മെയിൻലി ബിക്കോസ് ഇനി ഡിസംബർ ഞാൻ നെക്സ്റ്റ് വീക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ കഴിക്കാനും ചീറ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡെഫിസിറ്റിൽ ലൈക്ക് ഒരു വീക്കിലുള്ള കാലറി ഒരു ആവറേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ കറൻ്റ്ലി ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല. ആൻഡ് ബട്ട് എന്താ ഇതിൻ്റെ സർപ്രൈസിങ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഐ എം ഇൻ 72. ഐ തിങ്ക് ഡേ ബിഫോർ യെസ്റ്റർഡേ ഞാൻ വെയ് ചെയ്തപ്പോൾ 72.2, ദാറ്റ് ടു ഇൻ ദ ഈവനിങ്. സോ ഈവനിങ്സിൽ സാധാരണ ഹെവിയർ ആണ് കാണിക്കുക. ഇവിടെ ഞാൻ ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നത്, നാട്ടിൽ മോർണിംഗ് വർക്കൗട്ട്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഐ തിങ്ക് ഇവിടെ നേരത്തെ ലോഗിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈവനിങ് വർക്കൗട്ട്സ് ആണ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ഈവനിങ്ങിൽ ചെക്ക് ചെയ്തപ്പോൾ 72.2 ആയിരുന്നു. ആൻഡ് ദാറ്റ് സർപ്രൈസിങ് ബിക്കോസ് ഞാൻ ഇവിടെ അങ്ങനെ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യില്ല. ഐ തിങ്ക് ദ ഫാക്ടർ വുഡ് ബി വൺ, ഇവിടെ കോൾഡ് ക്ലൈമറ്റ് ആണ്. കോൾഡ് ക്ലൈമറ്റിൽ അറിയാലോ നമ്മൾ ബോഡി കൂടുതൽ ലൈക്ക് ഫാറ്റ് ബേണിംഗ് സോണിലായിരിക്കും ഡ്യൂറിങ് ദ കോൾഡർ ക്ലൈമറ്റ്. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ ഇസ് ഐ എം വാക്കിംഗ് ഹിയർ മോർ. സോ ഇവിടെ നല്ല എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ കുറവാണ്. അങ്ങനത്തെ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ വാക്ക് ചെയ്യണത് ആക്ച്വലി ഈസ് എ ഹെൽത്ത് ബെനിഫിറ്റ് ഹിയർ. നമ്മൾ ബാംഗ്ലൂരൊക്കെ പുറത്ത് വാക്ക് ചെയ്യണത് ഇസ് ആക്ച്വലി നോട്ട് ബെനിഫിഷ്യൽ ഫോർ യുവർ ഹെൽത്ത് ഭയങ്കര ലോങ് ടേമിൽ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതൊക്കെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് വാക്ക് ചെയ്യും. ജിം ഐ തിങ്ക് അറൌണ്ട് 1.5 kilometers ആണ് ഇവിടുന്ന്. 1.5 to 2 kilometers ഞാൻ വാക്ക് ചെയ്യും ജിമ്മിലേക്ക്. ആൻഡ് സൂപ്പർ മാർക്കറ്റിൽ പോവും. അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ കവർ ഒരു അറൌണ്ട് 8,000 to 10,000 മിനിമം സ്റ്റെപ്സ് കവർ ചെയ്യും. ഇൻഫാക്ട് ഇപ്പോൾ വേറെ എല്ലായിടത്തൊക്കെ പോവുകയാണെങ്കിൽ അതിലും കൂടുതൽ കവർ ചെയ്യും. 12,000-15,000 ഒക്കെ സ്റ്റെപ്സ് കവർ ചെയ്യും. സോ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് ആൻഡ് വാക്കിംഗ്. ആൻഡ് ഇത് കാരണം ഐ ക്യാൻ മാനേജ് ടു ചീറ്റ്, അല്ലെങ്കിൽ വല്ല ലൈക്ക് ചോക്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഇപ്പോൾ ഞാൻ കുറച്ചുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ മെയിൻലി എൻ്റെ ഒരു ഗിൽറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിക്സ്ഡ് ബെറീസ് കിട്ടും. മിക്സ്ഡ് ബെറീസും മിൽക്ക് അല്ലെങ്കിൽ യോഗേർട്ട് ഇടുക. ആൻഡ് ചിലപ്പോൾ ലൈക്ക് ഇഫ് ഇറ്റ്സ് എ പോസ്റ്റ് വർക്കൗട്ട് ആൻഡ് ഐ ആഡ് ഹാഫ് സ്കൂപ്പ് പ്രോട്ടീൻ ടു ഇറ്റ് ആൻഡ് ബ്ലെൻഡ് ഇറ്റ്. ഒരു ഐസ്ക്രീം പോലെയാണ് ബേസിക്കലി. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ചീറ്റ്സ്. അല്ലെങ്കിൽ നല്ല ഒരു ഹെൽത്തി സ്വീറ്റ് മീലാണ്. പിന്നെ എന്താണ്, ചിക്കൻ ആണെങ്കിൽ ലൈക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യും. വിത്ത് സ്കിന്നാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ബിക്കോസ് ഐ എം നോട്ട് വെരി മച്ച് ഹെൽത്ത് ഭയങ്കര ചിക്കൻ ബ്രസ്റ്റും അങ്ങനത്തെ ഒരു ഫേസ് ഒന്നും അല്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ചിക്കൻ വിത്ത് സ്കിൻ, ലെഗ് ആൻഡ് തൈ പീസസ് ഞാൻ ബേക്ക് ചെയ്യും. അതുപോലെ എന്താണ് ഫിഷ് കിട്ടും, അലാസ്കൻ സീ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 2 ടൈപ്പ് കിട്ടും. ഒന്ന് റോ, പിന്നെ ഒരെണ്ണം ഓൾറെഡി അതിനൊരു കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ലൈക്ക് ഓൾറെഡി മസാലയും ഇതൊക്കെ ഉള്ള ഒരു എന്താ പറയുക കോട്ടഡ് അലാസ്കൻ സീ ഫിഷ്. അത് നേരെ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അത് ബേക്ക് ചെയ്യാം. പിന്നെ ചപ്പാത്തിക്ക് പേരെ ഇവിടെ ഹൈ പ്രോട്ടീൻ ടോർട്ടില എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിട്ടുന്നുണ്ട്. സോ ദാറ്റ് എല്ലാം കമ്പാരിറ്റീവ്ലി ഐ തിങ്ക് ഹെൽത്തിയർ ആണ്. ബിക്കോസ് ഈവൻ ദാറ്റ് ടോർട്ടില ഈസ് ഹാവിങ് 18 gram or 16 to 18 gram of protein per 100 grams. Even that thing. So I have that. അങ്ങനെ പിന്നെ എഗ്സ് കഴിക്കാം. അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ ഇവിടുത്തെ ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത്. പിന്നെ
ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ റൈസും ഇതും അതിൽ ചില റൈസ് ഞാൻ പറഞ്ഞതിൽ ഭയങ്കര ചീസിന്റെ ക്യൂബ്സ് ഭയങ്കര ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചിരുന്നു കുറച്ച്. പക്ഷെ റാദർ ദാൻ ഹെൽത്ത് അതെനിക്ക് സ്റ്റൊമക്കിന് സൂട്ട് ആവില്ല ബിക്കോസ് ഓഫ് ദ ഹൈ ചീസ് കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. സോ ഇറ്റ് ഡസൻറ്റ് സൂട്ട് മൈ സ്റ്റൊമക്ക് ദാറ്റ് വെൽ. സോ ഐ സ്റ്റോപ്പ് ദാറ്റ്. അങ്ങനെ ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. ഐ വിൽ ക്വിക്ലി ഷോ യു വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജ് സോ ദാറ്റ് യു ഗെറ്റ് എൻ ഐഡിയ ഓഫ് വാട്ട് ഐ എം ഹാവിങ് ഹിയർ. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഫ്രിഡ്ജാണ് നമുക്ക്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കുഴപ്പമില്ല. സോ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം ഞാൻ മ്യൂസ്ലിയുടെ ഒപ്പം കഴിക്കുന്ന മിൽക്കാണ്. മ്യൂസ്ലിയാണ് എൻ്റെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഐ ഹാവ് ദിസ് 0.3% ഫാറ്റ് മിൽക്ക് ആൻഡ് ദിസ് ഇസ് എ യോഗേർട്ട്. അഗെയിൻ മൈൽഡ് 1.5% ഫാറ്റുള്ള യോഗേർട്ട് കഴിക്കും. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഹൈ പ്രോട്ടീൻ ടോർട്ടില റാപ്സ്. ഇതിന് നോക്കിയാൽ കാണാൻ പറ്റും 18 gram ഓഫ് പ്രോട്ടീനാണ്. ഈ വെബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് പ്രോട്ടീൻ. പിന്നെ നിങ്ങൾക്ക് കാണാം എഗ്സ് ഉണ്ട്. ആൻഡ് ഇത് ഒന്നുമില്ല, ഇത് ആപ്പിൾ. ആൻഡ് ഹിയർ ഇസ് ദ ചിക്കൻ. ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ എക്സ്ട്രാ ഉള്ളതാണ്. ആൻഡ് ഫ്രീസറിലാണ് എൻ്റെ മെയിൻ ഫുഡ് ഐറ്റംസ്. So you can see this is the mixed berries that I was talking about. And ഇതാണ് ഫിഷ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ കോട്ടഡ് ആയിട്ടുള്ള ഫിഷാണ്. അപ്പോൾ ഇത് നേരെ ബേക്ക് ചെയ്താൽ മതി. ആൻഡ് ഇതാണ് വെജീസ്, ഞാൻ കഴിക്കുന്ന വെജിറ്റബിൾസ്. സോ ഇത് നേരെ ഫ്രോസൺ ആയതുകൊണ്ട് നേരെ എടുത്തിട്ട് നമുക്ക് മൈക്രോവേവ് ചെയ്താൽ റെഡിയാവും. ആൻഡ് ഫൈനലി ഞാൻ പറഞ്ഞില്ലേ റൈസും ഫിഷും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് വരുന്ന അതിതാണ്. ഇതുപോലെ ഇങ്ങനെ വരും. സോ ഇതാണ് നമ്മൾ കഴിക്കണ ഡയറ്റ്. ദിസ് ഈസ് ദ മ്യൂസ്ലി ദാറ്റ് ഐ എം ഹാവിങ്. അഗൈൻ ഷുഗർ ഫ്രീ മ്യൂസ്ലി ആണ്. ആൻഡ് ലൈക്ക് ഇഫ് ഐ വാണ്ട് സം സ്വീറ്റ് തിങ് ഐ എം ഹാവിങ് ദിസ് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ യാ, ദിസ് ഈസ് pretty much my diet. And talking about the protein that I'm having here, right now I'm taking this Muscle Tech in the Nitro Tech. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ആൻഡ് കുക്കീസ് ആൻഡ് ക്രീം ഫ്ലേവർ ആണ്. ഇറ്റ് ഹാസ് വേ പ്രോട്ടീൻ ആൻഡ് ക്രിയേറ്റിൻ ഓൾസോ ഇൻ ഇറ്റ്. ഓൾസോ ടോക്കിംഗ് അബൌട്ട് മൈ അതർ സപ്ലിമെന്റ്സ്, I am also using this EAA, that is during the workout. ഇത് റോസ്മെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള ഇതാണ്. ആൻഡ് DMൻ്റെ ഒരു വേ പ്രോട്ടീൻ ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് സം മൾട്ടി വിറ്റമിൻസ് ലൈക്ക് മൾട്ടിവിറ്റമിൻ, മൾട്ടി മിനറൽ അങ്ങനത്തെ. പിന്നെ ഇവിടെ സൺ കുറവായതുകൊണ്ട് വിറ്റമിൻ D3 അത് എസെൻഷ്യലാണ്. ആൻഡ് my some teas, different tea, green tea and mint tea. ഇതെന്തൊരു പൂവിൻ്റെ ടീ ആണ്. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വൈകുന്നേരം കുടിക്കണ ടീസ്. സോ ഇതാണ് ഞാൻ ഇവിടെ കഴിക്കണ ഡയറ്റും. എൻ്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ഡു, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.